ഐസറിന്റെ എക്സാം എഴുതുന്ന സമയത്ത് ഐസറിൽ വരുന്ന ടോപ്പേഴ്സ് ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ടാവും. ലിസൺ മീ കെയർഫുള്ളി. നമ്മൾ ഐസർ പോലെയുള്ള കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 7-8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ മാത്തമാറ്റിക്സും ഒരു 8-9 സ്റ്റുഡൻസ് നല്ല രീതിയിൽ മാത്സ് പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ടോട്ടൽ മാർക്ക് 240 ആണെങ്കിലും നല്ലൊരു ഐസറിൽ, ഈവൻ ഐസർ പൂനെയിൽ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് 150 മാർക്സ് മതി. അതായത് ഏകദേശം 90 മാർക്ക് നമുക്ക് ലീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണോ, അതിൽ നിന്ന് ഞാൻ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കാനും, വേണ്ട എന്നാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതെങ്കിൽ അത് ലീവ് ചെയ്യാനും ഉള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. സോ നിങ്ങളൊരു 150ക്ക് വേണ്ടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് ആർക്കും 240 ഒന്നും വേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.